ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മോൺട്രോന്ന് തിരിക്കുകയാണ്. മോൺട്രോന്ന് ഞാൻ നേരെ പോകുന്നത് ബ്രിഗ് എന്ന് പറഞ്ഞ ടൗണിലേക്കാണ്. ബ്രിഗ് ഗുഡ് മോർണിംഗ്. ഞങ്ങൾ മോൺട്രോ ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇപ്പോൾ ബ്രിഗിലെത്തിയിരിക്കുകയാണ്. ബ്രിഗ് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഹോട്ടൽ. അപ്പോൾ അതിൻ്റെ 4ാമത്തെ ഫ്ലോറിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നല്ല കിടിലൻ ഹോട്ടലാണോ, ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അധികം നടക്കേണ്ടി വന്നില്ല. വെറുതെ ഒന്ന് ക്രോസ് ചെയ്ത് നേരെ കയറി. ഞങ്ങൾക്ക് നേരത്തെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റി. സാധാരണ 3 മണിക്കാണ്, പക്ഷേ ഒരു 15 ആയപ്പോഴേക്കും തേജുവിനെ കണ്ടപ്പോൾ ഒരു വേദന ചെക്കിൻ ഫോർമാലിറ്റി ഒക്കെ പെട്ടെന്ന് തന്നെ തീർത്തു. ഞങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയം കിട്ടി. സ്വിറ്റ്സർലൻഡിലെ ഇറ്റലിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സുന്ദരമായ പട്ടണമാണ് ഈ ബ്രിഗ്. പക്ഷേ നമ്മൾ പാക്കേജ് ടൂറുകാരോ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ പൊതുവെ ട്രിപ്പിന് വരുന്നവരാരും ഈ ബ്രിഗ് തിരഞ്ഞെടുക്കാറില്ല. കാരണം അത്രയ്ക്കൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. പക്ഷേ നല്ല ഭംഗിയാണ്. സ്വിറ്റ്സർലൻഡിൽ ഏത് പട്ടണവും നല്ല ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ചെറിയ കേബിൾ കാർ വഴി പോകാവുന്ന കുറേ മൗണ്ടൻ സ്റ്റേഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും ഇവിടെ വന്ന് സ്ഥിതിക്കുന്നത് കാണാം. കാരണം ഞങ്ങൾക്ക് നാളെ മിലാനിൽ നിന്നാണ് ഞങ്ങളുടെ തിരിച്ചുള്ള ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ റൂം എടുത്തത്. ഹായ്, ഞങ്ങളിപ്പോൾ ബ്രിഗിലൊരു സ്ട്രീറ്റിൽ കൂടെ നടക്കേണ്ടത്, സിറ്റി സെൻറ്ററിലൂടെ നടക്കുകയാണ്. നല്ല വൃത്തിയുള്ളൊരു സ്ട്രീറ്റ്. അതുമാത്രമല്ല നല്ല നിരവധി ഷോപ്പുകളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റിയ രീതിയിൽ ഡിസ്കൗണ്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എല്ലാം ഷെഫിലായതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല. സൂര്യ വിലയൊക്കെ നോക്കണ്ട. അവിടെ നിന്ന് ബാഗൊക്കെ എടുത്ത് നോക്കണ്ടേ. 50% ഓഫ്. ഷെഫ് കാണുമ്പോൾ CHF കാണുമ്പോൾ പേടിയാണ്. കണ്ടുപിടിച്ചേ. ഞങ്ങളിപ്പോൾ ഓൾഡ് ടൗണിലൂടെ നടക്കുകയാണ്. അപ്പോൾ ഈ ഓൾഡ് ടൗണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോർപ്പറേറ്റ് ടൗണാണ്. ഇവിടെ അധികം വാഹനങ്ങളൊന്നും വരില്ല. അതുകൊണ്ടാണ് ഞാൻ തേജുവിനെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാണ്. അവനിങ്ങനെ സൈഡിൽ കൂടെ നടക്കുകയാണെങ്കിലും നമുക്ക് വലിയ പേടിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ സൈക്കിളൊക്കെ വന്നാലേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ തൊട്ട് പുറകെ ഉണ്ട്.